ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. നാളെ നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ തയ്യാറെടുപ്പിനായി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എല്ലാം, എന്നാൽ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതാ അംഗം ആരായിരുന്നു? തോട്ടക്കാട് മാധവിയമ്മ. കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതാ അംഗം തോട്ടക്കാട് മാധവിയമ്മ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതെന്നാണ്? പിള്ളത്തടംകുയാണ്. മരുത്വാമലയിലെ പിള്ളത്തടംകുയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ചൊരു പദ്ധതിയാണ് ഹരിതശ്രീ. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയുടെ പേര് ഹരിതശ്രീ. ഗ്രിഗർ മെൻഡലിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത്? ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രിഗർ മെൻഡൽ. അപ്പോൾ കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതാംഗം തോട്ടക്കാട് മാധവിയമ്മ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹയിലാണ്, മരുത്വാമലയിൽ പിള്ളത്തടം ഗുഹ. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് ഹരിതശ്രീ. ഗ്രിഗർ മെൻഡലിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ജനിതകശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, മുസ്ലിം ഐക്യസംഘത്തിൻ്റെ സ്ഥാപകൻ ആരെന്നാണ്? മുസ്ലിം ഐക്യസംഘത്തിൻ്റെ സ്ഥാപകൻ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1922 മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം ഐക്യസംഘത്തിൻ്റെ സ്ഥാപകൻ. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആർദ്രം മിഷനാണ്. ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആർദ്രം മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയുടെ പേരെന്താണ്? നാഗ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയുടെ പേരാണ് നാഗ്പൂർ. അപ്പോൾ മുസ്ലിം ഐക്യസംഘത്തിൻ്റെ സ്ഥാപകൻ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആർദ്രം മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയുടെ പേര് നാഗ്പൂർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ് എന്നാണ്? എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂറും 30 മിനിറ്റുമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആവാസ് ആണ്. സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. വൃക്കയ്ക്ക് തകരാറ് മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്കുള്ള പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസ പദ്ധതി. വൃക്കയ്ക്ക് തകരാറ് മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് സമാശ്വാസ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്തിടെ ഏത് കേന്ദ്രമാണ് വേൾഡ് ഫുഡ് ഇന്ത്യ 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചത്? വേൾഡ് ഫുഡ് ഇന്ത്യ 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഏത് കേന്ദ്രമാണ്? ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് വേൾഡ് ഫുഡ് ഇന്ത്യ 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിടെ വാർത്തകളിൽ വന്നത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന അടുത്തിടെ വാർത്തകളിൽ വന്നത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ്റെ തീം എന്താണ്? സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ്റെ തീമാണ് സ്വഭാവ സ്വച്ഛത സംസ്കാര സ്വച്ഛത എന്ന തീമാണ് സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ്റെ തീം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെറ്റു ആണ്. അടുത്തിടെ വേൾഡ് ഫുഡ് ഇന്ത്യ 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ്. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന അടുത്തിടെ വാർത്തകളിൽ വന്നത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ്റെ തീം സ്വഭാവ സ്വച്ഛത സംസ്കാര സ്വച്ഛത.
സായുധ മത രാഷ്ട്രീയ ഗ്രൂപ്പായ ഹൂത്തികൾ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യമൻ ആണ് ആൻസർ. സായുധ മത രാഷ്ട്രീയ ഗ്രൂപ്പ് യമൻ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷകൻ അഭിയാൻ. പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷകൻ അഭിയാന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പി എം ആശ പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷകൻ അഭിയാനാണ് PM ആശ പദ്ധതി. അതിൻ്റെ ലക്ഷ്യമാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പിക്കുക എന്നുള്ളത്. 2024 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ IFFI ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഗോവയിലാണ് 2024 55ാമത് IFFI നടന്നത് ഗോവയിലാണ്. അപ്പോൾ സായുധ മത രാഷ്ട്രീയ ഗ്രൂപ്പായ ഹൂത്തികൾ യമൻ രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷകൻ അഭിയാൻ PM ആശയുടെ പ്രധാന ലക്ഷ്യം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പിക്കുക എന്നുള്ളതാണ്. 2024 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്നത് ഗോവയിലാണ്. അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? മോഹന സിംഗ് ആണ്. എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് മോഹന സിംഗ്. പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശാണ്. പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശാണ്. അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് മോഹന സിംഗ്. പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.